അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിലേക്കുള്ള RSSന്റെ ക്ഷണം സ്വാഗതം ചെയ്ത് NSSും SNDP യോഗവും രംഗത്ത് വന്നത് സംസ്ഥാനത്തെ ഇടത് വലത് മുന്നണികൾക്ക് തിരിച്ചടിയായി. അയോധ്യയിലെ ചടങ്ങിനെ അഭിമാന മുഹൂർത്തമെന്നാണ് ഇരുവിഭാഗങ്ങളും വിശേഷിപ്പിക്കുന്നത്. പ്രതിഷ്ഠാ ചടങ്ങ് ബഹിഷ്കരിക്കുമെന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ നിലപാടിന് കോൺഗ്രസും പിന്തുണ പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിലാണ് പ്രമുഖ ഭൂരിപക്ഷ സമുദായങ്ങൾ നിലപാട് വ്യക്തമാക്കിയത്. അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിൽ 22-ന് നടക്കുന്ന പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന്റെ ക്ഷണപത്രവും അക്ഷതവും പ്രമുഖ സംഘടനകളും വ്യക്തികളും തൊഴുകൈകളോടെയാണ് സ്വീകരിക്കുന്നത്. തിരുവിതാംകൂർ രാജകുടുംബത്തിലടക്കം പ്രമുഖ കേന്ദ്രങ്ങളിലെല്ലാം RSS പ്രമുഖരാണ് അക്ഷതവുമായി നേരിട്ടെത്തി ക്ഷണപത്രം കൈമാറുന്നത്. പെരുന്ന NSS ആസ്ഥാനത്ത് ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ അക്ഷതവും ക്ഷണപത്രവും കഴിഞ്ഞ ദിവസം സ്വീകരിച്ചിരുന്നു. പങ്കെടുക്കാൻ കഴിയുന്നവർ അയോധ്യയിലെ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കാളികളാകണമെന്ന നിർദ്ദേശവും കരയോഗങ്ങൾക്ക് NSS കൈമാറുകയും ചെയ്തു. ബഹിഷ്കരണം ഈശ്വര നിന്ദയാണെന്നും രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള നീക്കമാണിതെന്നും ജനറൽ സെക്രട്ടറി പ്രസ്താവിക്കുകയും ചെയ്തു. അയോധ്യയിലെ പ്രതിഷ്ഠാ ക്ഷണപത്രത്തെ പിന്തുണച്ച് SNDP യോഗവും രംഗത്തു വന്നത് ഇടതുവലത് മുന്നണികളെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ കർമ്മം അഭിമാനം ഉയർത്തുന്ന ആത്മീയ മുഹൂർത്തമെന്നായിരുന്നു ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണം. പ്രതിഷ്ഠാ മുഹൂർത്തത്തിൽ എല്ലാ വിശ്വാസികളും ഭവനങ്ങളിൽ ദീപം തെളിയിക്കണമെന്നും വെള്ളാപ്പള്ളി ആഹ്വാനം ചെയ്തു. RSS നേതാക്കളിൽ നിന്ന് വെള്ളാപ്പള്ളി നടേശനും ഭാര്യ പ്രീതി നടേശനും ചേർന്നാണ് അക്ഷതവും ക്ഷണപത്രവും സ്വീകരിച്ചത്. റിട്ടയർഡ് ജസ്റ്റിസ് KT തോമസ്, സൂപ്പർസ്റ്റാർ മോഹൻലാൽ, ചലച്ചിത്രകാരൻ ബാലചന്ദ്ര മേനോൻ അടക്കമുള്ള പ്രമുഖരും അയോധ്യയിലെ അക്ഷതവും ക്ഷണപത്രവും സ്വീകരിച്ചു കഴിഞ്ഞു. ജനം, തിരുവനന്തപുരം.